യഹോവ എൻ്റെ ശൈലവും കോട്ടയുമെൻ്റെ രക്ഷകനും. യഹോവ എൻ്റെ ശൈലവും കോട്ടയുമെൻ്റെ രക്ഷകനും. എൻ്റെ ദൈവവും എന്നുടെ പാറയും എൻ്റെ പരിചയും ഗോപുരവും. എൻ്റെ ദൈവവും എന്നുടെ പാറയും എൻ്റെ പരിചയും ഗോപുരവും. എൻ ബലമായ നല്ല യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ബിജു മാത്യു കല്ലിശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളിച്ചെയ്തത്: എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. 3-ാമത്തെ വാക്യം: നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യോശുവയുടെ പുസ്തകം ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയതായ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന അനുഗ്രഹീതമായ അനുഭവം നമുക്ക് കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം എന്ന് പറയുന്നത്. മോശയാണ് ഇത്ര നാൾ ഇസ്രായേൽ ജനത്തെ നയിച്ചത്. നീണ്ട 40 വർഷങ്ങൾ മരുഭൂമിയിലൂടെ അവരുടെ അവിശ്വാസം നിമിത്തം അവർ സഞ്ചരിക്കേണ്ടി വന്നു. എന്നാൽ കനാനിലേക്ക് ഈ ജനത്തെ പ്രവേശിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് യോശുവയെയാണ്. മോശയുടെ ചരിത്രം നാം ചിന്തിക്കുമ്പോഴും യോശുവയെക്കുറിച്ച് നാം പഠിക്കുമ്പോഴും അങ്ങനെയുള്ള ഒട്ടനവധി ദൈവദാസന്മാരെക്കുറിച്ച്, അതുപോലെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ ദൈവം കാലാകാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരിൽ പ്രധാനമായി കാണുന്ന ഒരു സ്വഭാവ സവിശേഷത, അല്ലെങ്കിൽ അവരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ദാസനായ മോശയുടെ മരണശേഷം. നോക്കുക, ദൈവത്തിൻ്റെ ദാസനായ മോശ. വീണ്ടും പറയുന്നു, എൻ്റെ ദാസനായ മോശ മരിച്ചു. 2-ാം വാക്യം തുടങ്ങുന്നത് അങ്ങനെയാണ്: എൻ്റെ ദാസനായ മോശ മരിച്ചു. പിന്നീട് വേറൊരു വാക്കാണ്, എബ്രായ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിലും യോശുവയെക്കുറിച്ച് പറയുന്നത് മോശയുടെ ശുശ്രൂഷകനായ യോശുവ എന്നാണ്. ദൈവത്തിൻ്റെ ദാസനായ മോശ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അടിമയായ മോശ, ബദ്ധദാസനായ മോശ എന്നാണ് അതിൻ്റെ അർത്ഥം. മോശയുടെ ശുശ്രൂഷകനായ യോശുവ എന്ന് പറയുമ്പോൾ മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിൻ്റെ ആശയം മോശയെ അനുഗമിക്കുന്ന, മോശയോട് കൂടെ നിന്ന് മോശയെ സേവിച്ച, ശുശ്രൂഷിച്ച, സഹായിച്ച എല്ലാ കാര്യങ്ങളിലും മോശയെ അനുഗമിച്ച ഒരു ദൈവഭക്തൻ എന്നുള്ള നിലയിലാണ് അവിടെ പറയുന്നത്. ഇത് എന്തായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്: ദൈവം ഉപയോഗിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് അവര് ദാസ്യ ശുശ്രൂഷ ചെയ്യുവാൻ മനസ്സുള്ളവരായിരിക്കണം. ദാസ്യ ശുശ്രൂഷ അത് ചെയ്യുവാനായിട്ട് അവർക്ക് മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ തന്നെ നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ
മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 42 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. എങ്ങനെ അരുത്? ജാതികളുടെ അധിപതികൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? ജനങ്ങളിൽ കർത്തൃത്വം നടത്തിയാണ് അവരവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അവരെ ഭരിക്കുന്നത് അങ്ങനെയാണ്. അവരിൽ മഹത്തുക്കളായവർ എന്തു ചെയ്യുന്നു? അധികാരം അവരുടെ മേൽ നടത്തുന്നു. കർത്താവ് പറയുന്നത് നോക്കുക, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകേണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകേണം. എന്നിട്ട് കർത്താവ് താൻ തന്നെ തൻ്റെ മാതൃക അവിടെ പറയുകയാണ്. കർത്താവ് ആ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടാണ് ഇത് പറയുന്നത്. കർത്താവ് പറഞ്ഞത് എന്താണ്? 45-ാം വാക്യം വളരെ പ്രസിദ്ധമായ വാക്യമാണല്ലോ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതുകൊണ്ട് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മെ ദൈവത്തിന് വേണം. ദൈവം നമ്മെ വീണ്ടെടുത്തു. തൻ്റെ പുത്രൻ്റെ കാൽവറി യാഗത്തിൽ, തൻ്റെ പുത്രൻ്റെ ചോരയാൽ അവൻ നമ്മളെ വീണ്ടെടുത്തു. വലിയ വില അവൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മെ അവൻ്റെ വകയാക്കുവാൻ അവൻ കൊടുത്ത വില തൻ്റെ പുത്രനെ തന്നെ യാഗമായി നമുക്ക് തന്നുകൊണ്ടാണ്. കാൽവറിയിലെ കൊലമരത്തിൽ, കാൽവറിയിലെ ക്രൂശിൽ ദൈവം തൻ്റെ പുത്രനെ ക്രൂശിതനാകുവാൻ അനുവദിച്ചു. ആ ദൈവം നമ്മെ വീണ്ടെടുത്തു, നമ്മെ രക്ഷിച്ചു. ഒരിക്കലും ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കുവാൻ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം നമ്മെ വീണ്ടെടുത്തു എന്നത് ദൈവം നമ്മോട് കാണിച്ച കരുണയും ദൈവം നമ്മോട് കാണിച്ച സ്നേഹവുമാണ് എന്ന് നമുക്കറിയാം. വീണ്ടെടുത്ത ദൈവം നമ്മെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് നാം ശുശ്രൂഷ ചെയ്യാൻ മനസ്സുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശുശ്രൂഷിപ്പാനുള്ള മനോഭാവം, കർത്തൃത്വം നടത്തുവാനുള്ള മനോഭാവമുള്ളവരെ ദൈവം ഉപയോഗിക്കത്തില്ല. മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുവാൻ മനോഭാവമുള്ളവരെ ദൈവം ഉപയോഗിക്കുകയില്ല. ഏതൊരു കാലത്തും ഈ ദൈവം ഉപയോഗിച്ചിട്ടുള്ള ആളുകളുടെ ജീവിതം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള ആളുകളുടെ ജീവിതം ഒന്ന് പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ദൈവം ഉപയോഗിച്ചിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ള ആളുകളെയാണ്. മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനായിട്ടുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കട്ടെ. മോശ ദൈവത്തിൻ്റെ ദാസനായിരുന്നത് പോലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം അവൻ്റെ ദാസീദാസന്മാരായിട്ട് ജീവിക്കുവാൻ ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുക എന്ന് പറഞ്ഞാൽ രാജാവായി ജീവിക്കുന്നതിന് തുല്യമാണ് എന്നൊരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിലെ യജമാനന്മാർ അടിമകളെ വളരെ മോശമായിട്ടാണ് പരിഗണിക്കുന്നതും പരിചരിക്കുന്നതും, അല്ലെങ്കിൽ അവരോട് ഇടപെടുന്നതും. എന്നാൽ ദൈവം തൻ്റെ ദാസന്മാരെ വളരെ മാന്യതയിലും മാനത്തിലുമാണ് പരിപാലിക്കുന്നത്, ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാം ദൈവത്തിൻ്റെ ദാസനാണ് എന്ന ബോധ്യം ഒന്നാമത് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ തന്നെ യോശുവ മോശയ്ക്ക് ശുശ്രൂഷ ചെയ്തു. യോശുവയിൽ ആ ഒരു മനസ്സ്, ആ സ്വഭാവം ദൈവം കണ്ടു, മുന്നമേ കണ്ടു. അതുകൊണ്ട് തന്നെ യോശുവയെയും ദൈവിക വേലയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടി, ഈ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. എക്കാലത്തും ദൈവം ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ളവരെയാണെന്നറിയാമോ? ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ളവരെയാണ്. ഇന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ മനസ്സുണ്ടോ? അതോ മറ്റുള്ളവരെ ഭരിക്കാനും അവരുടെ മേൽ കർത്തൃത്വം നടത്താനുമുള്ള മനസ്സാണോ നമുക്കുള്ളത്?
അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ ഉപയോഗിക്കില്ല. ദൈവം നമ്മെ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ശുശ്രൂഷ മനോഭാവം ഉള്ളവരായി മാറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവമേ, എനിക്കൊരു ശുശ്രൂഷ മനോഭാവം എന്നിലുണ്ടാകാൻ സഹായിക്കണമേ. അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ. ഏതെല്ലാം നിലയിൽ അവിടുത്തേക്ക് എന്നെ ഉപയോഗിക്കാൻ കഴിയുമോ ആ നിലയിലെല്ലാം എന്നെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. 2025 എന്ന ഈ വർഷത്തിൽ ഒരു ശുശ്രൂഷ മനോഭാവമുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.